അരൂർ മണ്ഡലത്തിലെ വികസന കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കി അരൂർ എംഎൽഎ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ. എംഎൽഎ ഓഫീസിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് മണ്ഡലത്തിലെ വിവിധ പദ്ധതികളെക്കുറിച്ചും വികസന സ്വപ്നങ്ങളെക്കുറിച്ചും എംഎൽഎ വിശദീകരിച്ചത്. നമ്മൾ പടിപടിയായിട്ട് ഈ നാടിന് പൊതുവായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ നമ്മൾ ശ്രമിക്കുമെന്നുള്ളതിനൊരു സംശയം വേണ്ട. എല്ലാ പഞ്ചായത്തുകളിൽ നിന്നുമുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് രേഖാമൂലം തന്നെ നൽകുന്നുണ്ട്. നമ്മുടേതായിട്ടുള്ള ഫണ്ടുകൾ വന്നതിന് ശേഷം അത് കൃത്യമായി പരിശോധിച്ച് അതിൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫീസിബിലിറ്റി നോക്കിക്കൊണ്ട് നമ്മളത് അത്തരം വർക്കുകൾക്ക് നേതൃത്വം കൊടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള കാര്യം, 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇപ്പോൾ പുതുക്കിയ ബജറ്റ്, അത് റിവൈസ്ഡ് ബജറ്റ് ആയിരുന്നു, എല്ലാവർക്കും അറിയാം. വോട്ട് ഓൺ അക്കൗണ്ട് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റിവൈസ്ഡ് ബജറ്റ് വന്നപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിൽ കൂടി നമുക്ക് അർഹമായിട്ടുള്ള ഒരു പ്രാധാന്യം അരൂർ നിയോജക മണ്ഡലത്തിൻ്റെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സർക്കാരിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. തുറവൂർ മാക്കേക്കടവ് റോഡ് പാർശ്വ സംരക്ഷണവും സൈഡ് ടൈൽ വിരിക്കലും അതിന് 2.5 കോടി രൂപ ബഡ്ജറ്റിൽ പ്രൊവിഷനാക്കിയിട്ടുണ്ട്. കാലാവസ്ഥയ്ക്ക് അനുകൂലമായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകും. രണ്ടാമത് ചെങ്ങണ്ട തൃച്ചാറ്റുകുളം റോഡ് ചെയിനേജ്, അത് നമുക്ക് പുനരുദ്ധാരണത്തിന് വേണ്ടി 2 കോടി രൂപ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് ബഡ്ജറ്റിൽ. അതും വളരെ പെട്ടെന്ന് തുടങ്ങാം. അറിയാലോ, ഏകദേശം 3-4 പഞ്ചായത്തുകളെ കണക്ട് ചെയ്ത് പോകുന്ന ഒരു റോഡാണ്. ആ റോഡ് മുഴുവൻ MLA റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അന്ധകാരനഴി ഇല്ലിക്കൽ വെസ്റ്റ് മനക്കോടം റോഡ് BMBC, അത് ആ വർക്കിന് നമ്മൾ 2.5 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്, ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ പാണാവള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ കെട്ടിടം ഇതാ താഴെ വീഴാൻ പോകുന്നു എന്നുള്ള വാർത്ത നിങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ്. നമ്മൾ അപ്പം തന്നെ അത് അവരെ, കാരണം ഒരു കാറ്റൊക്കെ അടിച്ച് എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി സബ് രജിസ്ട്രാർ ഓഫീസിലെ കെട്ടിടത്തിന് വേണ്ടി 75 ലക്ഷം രൂപ വക കൊടുത്തിട്ടുണ്ട്. ഈ വർക്കുകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തുടങ്ങും. അതിനുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ ഉദ്യോഗസ്ഥ തലത്തിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആ വർക്കുകൾ തുടങ്ങും എന്നുള്ളത് അറിയിക്കുകയാണ്. മറ്റൊന്ന്, നമ്മൾ 1 കോടി രൂപ, ഇവിടുത്തെ ഒരു വിപ്ലവ നായികയാണ് ഈ അരൂർ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധിയായി ദീർഘകാലം ഇരുന്നിട്ടുള്ള, കേരളത്തിൽ ഒട്ടേറെ കാര്യങ്ങൾക്ക്, വിപ്ലവ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഉണ്ടായിട്ടുള്ള ഗൗരിയമ്മയുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കോടി രൂപ വെച്ച ഒരു സ്മാരകം, ആ സ്മാരകം ഏത് തരത്തിലായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കാൻ പോകുന്നു. സ്ഥലം നമ്മൾ കണ്ടെത്തും. സ്ഥലം ഗവൺമെന്റ് എടുത്തു തരണം നമ്മൾ പറഞ്ഞിട്ടില്ല. സർക്കാർ നമുക്ക് ഈ പണം തന്നിരിക്കുന്ന ഈ വർഷത്തേക്കാണ്. ഇനി വീണ്ടും ഇതിന്റെ പണി എന്ന് പറയുന്നത് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് സ്ഥലം കണ്ടെത്തണം. ഏത് രീതിയിലുള്ള ഒരു ഉചിതമായ സ്മാരകമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് സാധാരണഗതിയിലുള്ള ഒരു ചെറിയ സംഭവമല്ല. ദേശീയ തലത്തിൽ തന്നെ ഗൗരിയമ്മയെ പോലെയുള്ള വളരെ ദീർഘകാലം പൊതുരാഷ്ട്രീയ രംഗത്ത് നിലകൊണ്ടിട്ടുള്ള, നിരവധി നിയമനിർമ്മാണ സഭകളിലെ ഇടപെടലുകൾ അടക്കം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു ഉചിതമായ സ്മാരകമാണ് നമ്മുടെ മനസ്സിലുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമൊക്കെയായി ഇത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇതിനെ സംബന്ധിച്ച് നമ്മൾ വീണ്ടും പല തലങ്ങളിലായിട്ട് ചർച്ച ചെയ്ത് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ തീരുമാനമെടുക്കും. സ്ഥലം കണ്ടെത്തുന്നതിനെ സംബന്ധിച്ചും അങ്ങനെ തീരുമാനമെടുക്കും. പിന്നെ ഇത് കൂടാതെ ഈ പറയുന്നതൊക്കെ വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യം, നമ്മുടെ തെരഞ്ഞെടുപ്പിലെ കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് പെരുമ്പളം പാലം. പെരുമ്പളം പഞ്ചായത്ത് വാത്തിക്കാട് പൂത്തോട്ട പാലം, അത് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഒരുപക്ഷെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകത. അത് നമ്മൾ 100 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. അതിനകത്ത് ടോക്കൺ അഡ്വാൻസ് വെച്ചിട്ടുണ്ട്. അതും ഒരു ഫോളോ അപ്പിന്റെ സ്റ്റേജിലേക്ക് പോകണം. അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ MP ശ്രീ KC വേണുഗോപാൽ അത് വളരെ നേരത്തെ തന്നെ പെരുമ്പളത്തെ ജനങ്ങൾക്ക് അത് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് കൂടിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ വാത്തിക്കാട് പൂത്തോട്ട പാലം എന്ന് പറയുന്ന ഒരു സ്വപ്നം അത് പൂവണിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ പെരുമ്പളത്ത് ഉള്ള ആളുകൾക്ക് കോട്ടയം ജില്ലയിലും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലും പോകാനായിട്ട് ഈ ഒരു പാലം ഉപകരിക്കുമെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്, കച്ചവടങ്ങൾക്ക് പോകുന്നവരുണ്ട്. അതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ അത് നമ്മൾ പൂർത്തിയാക്കും. അതിനു വേണ്ടിയിട്ടുള്ള 100 കോടി രൂപയുടെ പ്രോജക്റ്റിന്റെ ടോക്കൺ അഡ്വാൻസ് വെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ചെല്ലാനം മുതൽ അന്ധകാരനഴി വരെയുള്ള കടൽഭിത്തി നിർമ്മാണം. നമ്മൾക്ക് ഒരുപാട് കടലോര മേഖലയില്ല, പക്ഷെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് പ്രശ്നമുണ്ട്. പള്ളിത്തോട് മേഖലയിലൊക്കെ കടൽ കയറി കഴിഞ്ഞാൽ വല്ലാത്ത പ്രതിസന്ധിയാണ്. അപ്പോൾ
ചെല്ലാനം വരെ വന്ന് ഈ ടെട്രാപോഡിന്റെ പ്രവർത്തനമൊക്കെ നിർത്തിവെച്ചിരിക്കുക. ഇങ്ങോട്ടില്ല. നമ്മളിപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനായിട്ട് ഈ അവസരം ഉപയോഗിക്കുന്നില്ല. നമ്മൾക്ക് ചെയ്യാനുള്ളത് ചെയ്യുക എന്നുള്ളതാണ്. അതും കൃത്യമായി സർക്കാരിന്റെ മുന്നിൽ അത് നമ്മൾ പിന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി 100 കോടി രൂപ ഈ കടൽ ഭിത്തി നിർമ്മാണത്തിന് വേണ്ടിയിട്ട്, കടൽ ഭിത്തി ഏതാണോ അനുയോജ്യമായിട്ടുള്ള രീതി, ടെട്രാപോഡാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുതിയ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയാണോ, അതിനുവേണ്ടി 100 കോടി നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. കാരണം അവരോടും നമ്മൾ ഈ കാര്യത്തിൽ ചെയ്തു കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. മറ്റൊന്ന്, ഈ ഇവിടുത്തെ വെള്ളക്കെട്ടിന്റെ പ്രശ്നം ദിവസേന നമ്മൾ കേട്ടോണ്ടിരിക്കുക. വേലിയേറ്റം ഒരു ദിവസം പോലും ഒഴിവില്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ കാലത്തും വെള്ളക്കെട്ടിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന ഒരു വിഭാഗം ജനങ്ങൾ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ 2019 ബൈ ഇലക്ഷൻ ജയിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഇത് ഏത് രീതിയിൽ കൊണ്ടുപോകണം അതിനുവേണ്ടി ഒരു ക്യാമ്പയിൻ നമുക്ക് കൊണ്ടുപോയതാണ്. പിന്നീട് അത് നിലച്ചുപോയി. പക്ഷേ വീണ്ടും നമ്മൾ അതിനുവേണ്ടി വേമ്പനാട് കൈതപ്പുഴ കായലുകളുടെ തീരം കല്ലുകെട്ടി സംരക്ഷിക്കൽ, അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനു വേണ്ടി നമ്മൾ ടോക്കൺ അഡ്വാൻസ് വെച്ചിരിക്കുക. തീരം കിട്ടി ആഴം കൂട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ കുറച്ച് പിന്നെ നമ്മുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണും. എക്കല് കൊണ്ട് നിറഞ്ഞു നടക്കുക. ഇതൊന്നും മാറ്റാതെ പിന്നെ വെള്ളം മാറി ഈ വെള്ളത്തിന് വെള്ളപ്പൊക്കമാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ ഈ ബജറ്റിലൂടെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എരമല്ലൂർ കുടപ്പുറം പാലം, ഇതൊക്കെ വെച്ചിരുന്ന ഇത് 300 കോടി, 40 കോടി രൂപ എരമല്ലൂർ കുടപ്പുറം പാലം, അതിന് 40 കോടി രൂപയാണ് ടോക്കൺ അഡ്വാൻസ് ആണ് വെച്ചിരിക്കുന്നത്. അതും നമുക്ക് കമ്മിറ്റഡ് ആണ്. അവിടെ ഒരുപാട് കാലമായിട്ടുള്ള ദീർഘകാലമായിട്ടുള്ള ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ജനങ്ങളോട് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കുടിവെള്ള പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരമാണ്. കുടിവെള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 8 മാസം തെരഞ്ഞെടുപ്പ് കാലഘട്ടം ഉൾപ്പെടെ ഏകദേശം 8 മാസത്തോളം കുടിവെള്ളം കിട്ടാതിരുന്ന ഒരു മേഖലയാണ് കുത്തിയതോട്, തുറവൂർ, പടിഞ്ഞാറൻ മേഖല എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പൊ അവിടെ എല്ലാ കാലത്തും ഒരു കുടിവെള്ളത്തിന്റെ പ്രശ്നം ചോദിക്കുമ്പോൾ പറയുന്നത് ടെയിൽ എൻഡാണ്, ഡെഡ് എൻഡാണ്, അവിടേക്ക് വെള്ളം എത്തിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് സാങ്കേതികത്വം പറഞ്ഞ് വാട്ടർ അതോറിറ്റിയൊക്കെ വർഷങ്ങളായിട്ട് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കൊടുത്ത കത്ത് ജല വിതരണ വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫിനാണ് ഈ മേഖലയിൽ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്നുള്ളത്. അപ്പൊ നമ്മൾ 5 കോടി രൂപ ഈ കുടിവെള്ള വിതരണ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി 4 കുളങ്ങര അമ്പലത്തിനോട് പുതിയ വാട്ടർ ടാങ്കും വരും. 5 കോടി രൂപ നമ്മൾ അതിന്റെ ടെൻഡർ നടപടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ തീരപ്രദേശത്തെ വെള്ളക്കെട്ട് അപ്പൊ ഈ തീരപ്രദേശത്തെ വെള്ളത്തിന്റെ ലഭ്യതയില്ലായ്മ നമുക്ക് പരിഹരിക്കാൻ ഒരു പരിധി വരെ കഴിയും. പക്ഷെ ഇതുകൊണ്ട് മാത്രം അരൂർ നിയോജക മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ലോങ് ടേം ആയിട്ടും അതുപോലെ ഷോർട്ട് ടേം ആയിട്ടുമുള്ള പ്രോജക്റ്റുകൾ വേണം. അത് സംബന്ധിച്ച് നമുക്കിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ജലവിതരണ വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫ് അപ്പോൾ ആലപ്പുഴ വന്ന്, കാരണം നേരത്തെ അസംബ്ലി സമയത്ത് അവിടെ കൂടാമെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ഒരു കാര്യങ്ങളുമായിട്ട് നീങ്ങിയത്. അപ്പോൾ ആലപ്പുഴ കളക്ടറേറ്റിൽ വന്ന് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ഇടങ്ങളിലും സാധാരണ പഴയ MLA വെക്കുന്ന വർക്കുകൾ അത് പുതിയ ആൾ വരുമ്പോൾ മാറ്റിക്കളയുക എന്നുള്ള, അത് ജനാധിപത്യമാണോ അശാസ്ത്രീയമാണോ അങ്ങനത്തെ അഭിപ്രായമൊന്നും ഞാൻ പറയുന്നില്ല. കാരണം 2019 നമ്മൾ വെച്ചതും വർക്കുകളെല്ലാം മാറ്റിക്കളഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിനെയൊന്നും നമുക്ക് ഒരു നിര്യാതന ബുദ്ധിയോടുകൂടിയല്ല ഇത്തരം കാര്യങ്ങളെ കാണേണ്ടത് എന്നുള്ള ബോധ്യമാണ് നമുക്കുള്ളത്. അതിനകത്ത് രാഷ്ട്രീയവും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ 11 കോടിയുടെ ബഡ്ജറ്റിൽ വെച്ചിരിക്കുന്ന വർക്കുകൾ നമ്മൾ തുടർന്ന് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ വർക്കിന്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ എൻ്റെ കൈവശമില്ല. ആ വർക്ക് നമ്മൾ, കാരണം ജനങ്ങൾക്ക് വേണ്ടി അവർ കൊടുത്ത ഓഫറാണ്, നമ്മൾ ആ വർക്ക് ചെയ്ത് തീർക്കും. അപ്പോൾ 11 കോടിയുടെ ഒരു വർക്ക്. അപ്പൊ നമ്മളെ സംബന്ധിച്ചപ്പോൾ 11ഉം 8ഉം എത്രയാണ്, നമുക്ക് 19 കോടി രൂപയുടെ പുത്തൻ ബജറ്റിൽ തന്നെ നമുക്ക് ഉണ്ട്. ഏകദേശം 20 കോടിയോളം രൂപ. കൂടാതെ ഈ 5 കോടിയുടെ കുടിവെള്ള പരിപാടി അതിന്റെ ടെൻഡർ അടക്കം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഇലക്ട്രിസിറ്റി ഇന്ററപ്ഷൻസ്, എപ്പോഴും കറണ്ടില്ലായ്മ ഒരു വലിയ പ്രതിസന്ധിയാണ് ഇവിടെ. അപ്പം അതിന് ഒരു ശാശ്വത പരിഹാരം വേണം. അതിന്റെ ഡിപ്പാർട്ട്മെന്റ് തന്നെ കുറെ കാലങ്ങളായിട്ട് ഇവിടെ തടസ്സപ്പെട്ട് കിടന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ തുറവൂര് 220 kV സബ്സ്റ്റേഷനാണ് പ്രധാനമായിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറെ അധികം റവന്യൂവിൽ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം ഒരുപാട് കുരുക്കുകൾ ഉണ്ടായിരുന്നു.
നമ്മൾ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ എൻ്റെ തന്നെ അധ്യക്ഷതയിലൊരു യോഗം, അത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ, ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് നമ്മൾ വളരെ വിശദമായിട്ടുള്ള ഒരു യോഗം നടത്തി അതിനകത്തുള്ള ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ കെട്ടഴിച്ച് നമ്മൾ അതിൻ്റെ ഒരു മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിലാണ്. അത് ആകെ 460 കോടി രൂപയാണ് അതിൻ്റെ പ്രോജക്റ്റ്. സ്ഥലമൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പം അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മേഖലയിൽ പരിപൂർണമായിട്ടും ഈ ഇലക്ട്രിസിറ്റി ഇൻട്രപ്ഷൻസ് ഒഴിവായി കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സബ്സ്റ്റേഷന് വേണ്ടി 160 കോടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഞാൻ അരൂരത്തെ പറയാത്തതാണ്. ഇന്നലെ ഞാൻ ഇലക്ട്രിസിറ്റി മിനിസ്റ്ററെ കണ്ടിട്ടുണ്ട്. കാരണം കൊച്ചിയുമായി ചേർന്ന് നമുക്ക് നടപ്പാക്കേണ്ട ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണ്. കൊച്ചിയിലെ MLA ഉണ്ടായിരുന്നു. ഇന്നലെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന് ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അതെന്തെങ്കിലും ആയിട്ട് പറയുന്നതാണല്ലോ ശരി, അങ്ങനെ ചെയ്യും. മറ്റൊരു കാര്യം, നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാവർക്കും പരാതിയുണ്ട്. ഒരുപാട് ആളുകൾക്ക് പറയുന്നത് ഇതൊരു ദേശീയ ഒരു നാഷണാലിറ്റി ആണ്. നമുക്ക് അതിനോടൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. നാഷണൽ ഹൈവേയുടെ ഈ പുനരുദ്ധാരണവും അതുപോലെ വീരപ്പാതയും ഒക്കെ അതിനോടൊക്കെ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പക്ഷെ അതിനകത്ത് ചെറിയ ഒരു കാര്യം പറയാതിരിക്കാനും വയ്യ. ഇതിന്റെ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് DPR തയ്യാറാക്കുന്ന സമയത്ത് കൃത്യമായ ഇടപെടലുകൾ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഇല്ലാതെ വന്നത് കൊണ്ടുണ്ടായിരിക്കുന്ന കുറെ ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട MP ശ്രീ KC വേണുഗോപാല് തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടൊപ്പം ആദ്യം തന്നെ ഫോൺ എടുത്ത് സംസാരിക്കുന്ന നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ആൾക്കാരെയാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഏകദേശം 54ഓളം പേര് എന്ത് കാരണം പറഞ്ഞാലും ഈ നാഷണൽ ഹൈവേയുടെ ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൊല്ലപ്പെട്ട ഒരു സ്ഥലവും കൂടി. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ, കാനയുടെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം, അതുപോലെ തന്നെ പല സ്ഥലത്തും വെള്ളം. ഇപ്പോൾ നമ്മുടെ എരമല്ലൂര് മാത്രമല്ല, കോടന്തുരത്തിന്റെ കുറെ ഭാഗത്ത് നമ്മുടെ റോഡ് സൈഡിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ വെള്ളം അടിച്ച് പോവുകയാണ്. അങ്ങോട്ട് വീടുകളൊക്കെ മുങ്ങുകയാണ്. ഇതിന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ ഒറ്റ മഴയ്ക്ക് തന്നെ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം അവർ അനുഭവിക്കുക. അപ്പൊ അതിനകത്ത് അവർക്ക് ഇവര് നാഷണൽ ഹൈവേ പറയുന്ന അവർക്ക് വലിയ ഭാവിയിലേക്കുള്ള വലിയ പ്രോജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഭാവിയിലെ പ്രോജക്റ്റ് അവർ ചെയ്യട്ടെ, പക്ഷെ താൽക്കാലികമായിട്ടുള്ള സംവിധാനം ചെയ്യണമെന്ന് നമ്മൾ നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടിപ്പാതയുടെ കാര്യം, അടിപ്പാത നമ്മുടെ പുത്തൻചന്തയിലെ അടിപ്പാതയുടെ വിഷയമുണ്ട്. ഒപ്പം ഈ കാന നിർമ്മാണവുമായി ബന്ധപ്പെട്ടത് നമ്മുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് കാനയുടെ അശാസ്ത്രീയമായിട്ടുള്ളത് പൊളിച്ചു മാറ്റാനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ ആ DPR തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഫീസിബിലിറ്റിയെ സംബന്ധിച്ച് അവർ നോക്കിയില്ല. നമ്മൾ കളക്ടറുടെ ഓഫീസിൽ വെച്ച് വിളിച്ച മീറ്റിങ്ങിൽ കൃത്യമായി നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അവർ സമ്മതിച്ചു. ഞാൻ അതും കൂടി ഇവിടെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പറയാണ്, അവര് സമ്മതിച്ചു. എന്ത്, ഈ അടിപ്പാത ഇവിടെ ഇല്ല, പുത്തൻചന്തയിൽ അടിപ്പാതയില്ല, സമരം നടക്കല്ലേ, പുത്തൻചന്തയിൽ അടിപ്പാത വേണ്ടതാണെന്നുള്ളത് അവർ സമ്മതിച്ചു. അതിൽ തന്നെ നമുക്ക് സന്തോഷമുണ്ട്. കുറെ നാൾ അവർ ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നു. അപ്പൊ അത് വേണ്ടതാണ്. അവർ പറഞ്ഞ അവർ ഏതൊക്കെയോ ഒരു പ്രോജക്റ്റിന് കഴിഞ്ഞാൽ അടിപ്പാതയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പോകുമെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അവരത് ചെയ്യേണ്ടതാണ്. അപ്പൊ അതൊന്ന്. അതുപോലെ തന്നെ അടുത്തത് ഈ പറഞ്ഞ പോലെ കാനയുടെ പ്രശ്നം എന്താ, കാന അശാസ്ത്രീയമായിട്ട് നിർമ്മിച്ചപ്പോൾ ആളുകൾക്ക് പെഡസ്ട്രിയൻ ആയിട്ടുള്ളവർക്ക് നടന്നു കയറാൻ പറ്റുന്നില്ല, ഇറങ്ങാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പാർക്കിംഗ് ഗ്രൗണ്ട് അവിടെ ഈ കടകളുടെയൊക്കെ മുന്നോട്ട് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ പൊക്കത്തിന്റെ കാര്യത്തിൽ മറ്റു സ്ഥലങ്ങളിൽ ഒന്നും കാണാത്തൊരു പ്രത്യേകത ഇവിടെ കണ്ടത്. കാസർഗോഡും കോഴിക്കോടും ഒക്കെയുള്ള ഫോട്ടോസും അവിടുത്തെ കാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ അതൊന്നും അല്ല ഇവിടെ. അപ്പൊ ഇവിടെ വന്നേക്കുന്ന ഈ ഒരു വിഷയത്തില് അതിനകത്ത് പരിഹാരം കാണാൻ അതും അവർ സമ്മതിച്ചു എന്നുള്ളത് കൊണ്ടാണ് കുറെ അധികം പൊളിച്ചു മാറ്റലിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നാഷണൽ ഹൈവേ ബന്ധപ്പെട്ടുള്ള കുറെ പരാതികൾ കിട്ടിയിട്ടുണ്ട്. മറ്റന്നാൾ 12-ാം തീയതി ബഹുമാനപ്പെട്ട MP ഡൽഹിയിൽ നിന്ന് നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്തിട്ടുള്ള ഒരു അടിയന്തര മീറ്റിംഗ് നമ്മുടെ ഈ ചെറിയ കാര്യങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളും അത് ക്യൂർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടൊരു യോഗം വിളിച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിനെ ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. അരൂരിലെ ഓരോ ചെറിയ പ്രശ്നങ്ങളും നമ്മൾ ആ മീറ്റിങ്ങിൽ ഉന്നയിക്കും. മറ്റ് ഒരു കാര്യം, MLA-യുടെ 2 ഫണ്ടാണല്ലോ, SDF-ഉം JDS-ഉം ആണുള്ളത്. അത് നമുക്ക് അതിന്റെ ശരിയായിട്ടുള്ള വിതരണമൊക്കെ നടക്കണം. അതിപ്പോൾ 6 കോടിയുണ്ട്. അതിന് നമ്മൾ ഏത് രീതിയിലാണ് കൊടുക്കേണ്ടതെന്നതിനെ സംബന്ധിച്ച് ഒക്കെ ആലോചിച്ച് വരുന്നേ ഉള്ളൂ. ഇനി മറ്റ് 100 ദിനപരിപാടിയിൽപ്പെടുത്തി എന്തൊക്കെ കാര്യങ്ങൾ സർക്കാർ വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. 100 ദിനപരിപാടിയിൽപ്പെടുത്തി നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള പരിശോധന ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ്
ഇപ്പൊ കുടിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞില്ലേ ഞാൻ, കുടിവെള്ളത്തിന്റെ ഇപ്പൊ അവർ ടെൻഡർ ചെയ്തിട്ട് പറഞ്ഞില്ലേ ഇത് 5 കോടി. അപ്പൊ അവരവിടെ ടെൻഡർ ചെയ്യുന്ന നടപടികളോട്ട് പോവുക. അവരിപ്പൊ പറയുന്നതിന്റെ തടസ്സങ്ങളൊന്നും മറ്റൊന്നും ഇല്ല. പക്ഷെ അത് ഈ കായലിന്റെയും തോടിന്റെ ഒക്കെ താഴെ കൂടി പൈപ്പ് എടുക്കുമ്പോൾ ഉള്ള സാങ്കേതിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് പരിഹരിക്കാൻ അവർ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരുറപ്പ്, തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിങ്ങൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ സഹായിച്ചതാണ്. അത് അന്ന് പറഞ്ഞ അതേ ഉറപ്പ് തന്നെ. നമ്മൾ ഈ വിഷയങ്ങളൊന്നും വഴിക്കിട്ടിട്ട് ഓടുന്ന പ്രശ്നമില്ല. കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് നടത്തി അത് മുന്നോട്ട് കൊണ്ടുപോകും. ഇനിയിപ്പോ നാളെ നമ്മൾ നടത്തുന്ന ഒരു MLA മെറിറ്റ് അവാർഡ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് സല്യൂട്ട് 2026 എന്നുള്ളതാണ്. സല്യൂട്ട് 2026 2026 കുഞ്ഞുങ്ങളെ നമ്മൾ സല്യൂട്ട് ചെയ്യുകയാണ്. ഏകദേശം 400ഓളം കുട്ടികളുണ്ട്. അത് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട റോജി എം ജോണാണ് അവാർഡ് വിതരണത്തിന് വേണ്ടി എത്തുന്നത്. അത് ബജറ്റിലെ പ്രസംഗമൊക്കെ നിങ്ങൾ കേട്ടോണ്ട് ഞാൻ പറയാഞ്ഞതാ. നമുക്കില്ല ഒരു KSRTC ബസ് സ്റ്റാൻഡ് പോലും ഇല്ലാത്ത. അവിടെ നിന്ന് നമ്മളിങ്ങനെ നോക്കി വരുമ്പോൾ എല്ലായിടത്തും ഉണ്ട് അല്ലെ. കായംകുളത്തുണ്ട്, ഹരിപ്പാടുണ്ട് ബസ് സ്റ്റാൻഡ്, അമ്പലപ്പുഴയുണ്ട്, അത് കഴിഞ്ഞ് വരുമ്പോൾ ആലപ്പുഴയുണ്ട്, ചേർത്തലയുണ്ട്. ഇത്രയും കാലമായിട്ട് നമുക്കൊരു ബസ് സ്റ്റാൻഡില്ല. ഇതൊക്കെ പ്രോപ്പറായിട്ട് ഇതിനൊക്കെ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തണമായിരുന്നു. ഇനി എന്തായാലും നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് പ്രസംഗത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും സർക്കാരിന്റെ ഒരു തുണ്ട് ഭൂമി പോലും വെറുതെ കളയുക എന്നുള്ള ഒരു ലക്ഷ്യമില്ല. അതൊക്കെ എങ്ങനെ ഈ അരൂരിലെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലുള്ള പബ്ലിക് ഓഫീസസ് ആയിട്ടോ ഒക്കെ കൊണ്ടുവരാമെന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒപ്പം നമ്മുടെ ഇൻഫോ പാർക്ക്, മലബാർ സിമന്റ്സ്, ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഉന്നയിച്ചെങ്കിലും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയെ കണ്ട് നമ്മൾ ഈ മേഖലയുടെ പെട്ടെന്ന് തന്നെ ത്വരിതമായി ഇടപെടേണ്ട വിഷയങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ഒന്ന് ഇൻഫോ പാർക്കിൽ കൂടുതൽ കമ്പനികൾ വരണം. കെട്ടിടങ്ങൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. മലബാർ സിമന്റ്സ് പ്രൊഡക്ഷൻ യൂണിറ്റാണ്, പക്ഷെ ഒരു പ്രൊഡക്ഷനും അവിടെ മതിയായ രീതിയിൽ നടക്കുന്നില്ല. പിന്നെ നമ്മുടെ മിൽമയിൽ കാലിത്തീറ്റ ഫാക്ടറി, നമ്മുടെ മിൽമയുടെ ഗോമതി ഫീഡ്സ്, അതിന് സത്യം പറഞ്ഞാൽ ഒരു മാർക്കറ്റും ഇല്ല. അപ്പോൾ മറ്റ് ഫീഡുകൾക്ക് കിട്ടുന്ന, കേരള ഫീഡ്സിനൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ മലബാർ മേഖലയിലെ മിൽമയുടെ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം ഇവിടെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അവിടെ വളരെ 100 താഴെ മെട്രിക് ടൺ ആണ് അവിടുത്തെ ഉൽപാദനം. പണ്ടൊന്നുമല്ല 360ഉം 400ഉം ഒക്കെ ആയിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് താഴെ വന്നു. ഒരു പ്രത്യേക പാക്കേജ് മിൽമയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി നൽകണമെന്ന് മിൽമയിലെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതാക്കളും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റു നേതാക്കളും ഞാനും ഉൾപ്പെടെയുള്ളവര് പിന്നെ മന്ത്രി ബിന്ദു കൃഷ്ണനെ കണ്ടൊരു നിവേദനം നൽകിയിട്ടുണ്ട്. പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു പരിഗണന നമ്മുടെ മിൽമയ്ക്ക് ഇത്തവണ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നു. ലൈഫ് പദ്ധതി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും മത്സ്യത്തൊഴിലാളി മേഖലയ്ക്കുള്ള പ്രത്യേക ഭവന പദ്ധതിയൊക്കെ നേരത്തെ മാറ്റിയിരുന്നു. ഗവൺമെന്റ് അത് 2ാമത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ലൈഫിൽ അല്ലാതെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് നേരിട്ട് ഭവന പദ്ധതി എന്നുള്ളത് നമുക്കൊരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. SC ST വിഭാഗത്തിൽപ്പെട്ടവർക്കും അതുപോലെ തന്നെ പ്രത്യേക ഭവന പദ്ധതിക്ക് ഗവൺമെന്റ് ഈ ബഡ്ജറ്റിൽ പണം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിന്റെ ഗുണഫലം ഉറപ്പായിട്ടും അരൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്കും കിട്ടും. പിന്നെ എക്കോ ടൂറിസം പ്രോജക്റ്റ്, അതും പ്രത്യേകമായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തെല്ലാം കൂടി ഒരുമിച്ച് പറയുകയല്ല. ഈ ബഡ്ജറ്റ് വന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി നിങ്ങളോട് നമ്മൾ വിനയപൂർവ്വം ഇത് സമർപ്പിക്കുകയാണ്. നമ്മൾ എക്കോ പ്രോജക്റ്റിനെ സംബന്ധിച്ച് തന്നെയാണ്. നമുക്ക് ഒരുപാട് കായലിന്റെ സാന്നിധ്യം, തോട്, അതുപോലെ തന്നെ കടല്, അതിന്റെ കൂട്ടത്തില് കണ്ടൽക്കാടുകൾ ഇല്ലേ, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്കങ്ങനെ ഈ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒന്നും ഇല്ല. ഈ എക്കോ ടൂറിസം പദ്ധതിയെ കുറിച്ച് വേണം നമ്മൾ അത് പ്രത്യേകമായിട്ട് ടൂറിസം വകുപ്പ് മന്ത്രി വിഷ്ണുനാഥിനെ കണ്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത്തവണ ഇപ്പൊ 2026 എന്ന് പറയുന്നത് തീരാൻ ഇനി പകുതി സമയം കൂടി ഉള്ളൂ. 2027 നമ്മൾ ഉറപ്പായിട്ടും കൊണ്ടുവരും. 26 തന്നെ ഇത് എത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്കിപ്പോ ആമുഖം എന്നല്ല ഇപ്പോഴത്തെ നിലയ്ക്ക് പറയാനുള്ളത്.